കേരളത്തിൽ ജനങ്ങളുമായി ചേർന്ന് പോകുന്ന അതിവേഗ പാത വരുമെന്ന് പൊന്നാനി MLA KP നൌഷാദ് അലി പറയുന്നു. സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യവും സംരക്ഷിച്ചുള്ള പദ്ധതിയാകും ഇത്. UDF-ന്റേത് സിൽവർ ലൈൻ പോലെ സാധാരണക്കാരെ ശത്രുവാക്കിയ പദ്ധതിയാകില്ലെന്നും KP നൌഷാദ് അലി 24-നോട് പറഞ്ഞു. ഈ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിമിതികൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഒരു അതിവേഗ പാതകൾ അത് റോഡ് മാർഗമാണെങ്കിലും റെയിൽ മാർഗമാണെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. പക്ഷേ അത് പ്രോ പബ്ലിക് ആവണം, അത് പ്രോ സ്റ്റേറ്റ് ആവണം, അത് അതൊരു പ്രൊമോട്ടർമാരുടെ താല്പര്യങ്ങൾക്ക് കുട ചൂടുന്ന ഒന്നാകരുത്. അത് ജനവുമായിട്ട് ചേരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് പറ്റുന്ന ഒന്നാകണം എന്നുള്ളതാണ്. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട നടപടിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുക എന്നുള്ളത്. അതിൽ നാട്ടുകാരുടെയും ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ KP നൌഷാദ് അലി MLA പറയുന്നു, സർക്കാരിനൊരു പുതിയ അതിവേഗ പാത പദ്ധതി ഉണ്ട്, അത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പദ്ധതിയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ആ പദ്ധതി മറ്റൊരു രീതിയിൽ വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇത് സംബന്ധിച്ച് KP നൌഷാദ് അലി പറയുന്നത്? പ്രജിൻ, കേരളത്തിന്റെ അതിവേഗ റെയിൽപാത എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു എന്നാണ് നമുക്ക് KP നൌഷാദ് അലിയുടെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ പ്രസക്തമാകുന്നത് മുഖ്യമന്ത്രി VD സതീശനൊപ്പം E ശ്രീധരനെ കാണുമ്പോൾ അദ്ദേഹവും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊന്നാനിയിൽ വെച്ചാണ് ആ സന്ദർശനം നടന്നത്. എന്തായാലും അത് വലിയ പ്രതീക്ഷ കേരളത്തിന് നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിൽവർ ലൈൻ ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയാക്കി ആളുകളുടെ കണ്ണീര് മണ്ണിൽ വീഴ്ത്തിയ പ്രതിഷേധമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാക്കാതെ ജനങ്ങളുടെ പദ്ധതിയായി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, സംസ്ഥാനത്തിന് താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അതിവേഗ പാതയായിരിക്കും UDF സർക്കാർ നടപ്പാക്കുക എന്നുള്ളതാണ് KP നൌഷാദ് അലി പറഞ്ഞു വെക്കുന്നത്. ജനങ്ങളെ ശത്രുവാക്കാത്ത, പ്രകൃതിക്ക് വിഘാതം സൃഷ്ടിക്കാത്ത ഒരു പദ്ധതിയായിരിക്കും UDF നടപ്പിലാക്കുക. ഈ ശ്രീധരന്റെ പദ്ധതി പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തതാണ്. അതായത് ഈ ശ്രീധരൻ അവരുടെ മുന്നിലുള്ള ഒരു ആശയം ഇതിനോടകം തന്നെ UDF-ന് മുന്നിൽ വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തതാണ്. സാധാരണക്കാരെ ശത്രുവാക്കിയ സിൽവർ ലൈൻ പോലെ ആകില്ല UDF-ന്റെ പദ്ധതി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ഈ സ്വപ്നങ്ങൾക്ക് ഒരു ചിറക് മുളയ്ക്കുന്നു എന്നുള്ളതാണ് KP നൌഷാദ് അലിയുടെ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഈ ശ്രീധരൻ പറഞ്ഞത് ഈ പദ്ധതി തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.